നമസ്കാരം, ഞാൻ മരിയ. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. ഭീതിയുടെ ഭൂമികുലുക്കം. നേപ്പാളിൽ വൻ ഭൂകമ്പം, ഉത്തരേന്ത്യ വിറച്ചു. കുലുങ്ങിയത് ഡൽഹി അടക്കം 9 സംസ്ഥാനങ്ങൾ. 30ഓളം പേർ മരിച്ചെന്ന് പ്രാഥമിക റിപ്പോർട്ട്. കുടുങ്ങിക്കിടക്കുന്നത് 1000-ലധികം പേർ. പ്രഭവ കേന്ദ്രം നേപ്പാളിലെ പൊഖാറയിൽ. രാവിലെ 11:50 അനുഭവപ്പെട്ട ഭൂചലനത്തിന്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ 7.7. ഉത്തരേന്ത്യ കുലുങ്ങിയത് 4 മിനിറ്റിനിടെ 4 തവണ. ഡൽഹിയിൽ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ, 2 മരണമെന്ന അനൌദ്യോഗിക റിപ്പോർട്ട്. എറണാകുളത്തും ഭൂചലനം, തുടർചലനം കലൂരിലും കടവന്ത്രയിലും. ചെന്നൈയിലും ഭൂചലനം എന്ന റിപ്പോർട്ട്. ആശങ്ക വിട്ടുമാറാതെ ഉത്തരേന്ത്യ. ബംഗ്ലാദേശിലും ഇസ്ലാമാബാദിലും ഭൂചലനം. നേപ്പാളിൽ വ്യാപക നാശനഷ്ടം. കാഠ്മണ്ഡു വിമാനത്താവളം അടച്ചു. രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യ നേതൃത്വം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം. ആ പ്രതീക്ഷ വേണ്ട. കേരളത്തിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി പ്രതീക്ഷിക്കേണ്ടെന്ന് AK ആന്റണി. പാർട്ടി ഭദ്രം. നേതൃമാറ്റം വേണമെന്ന ആവശ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലെന്നും AK ആന്റണി. നേതൃമാറ്റം വേണമെന്ന ആവശ്യവുമായി I ഗ്രൂപ്പ് ഹൈക്കമാൻഡിനെ സമീപിച്ചു. ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ കോൺഗ്രസ് തകർന്നടിയുമെന്ന് I ഗ്രൂപ്പ്. നേതൃമാറ്റം ആവശ്യമില്ലെന്ന വാദവുമായി A ഗ്രൂപ്പ്. ഉമ്മൻചാണ്ടിയെ മാറ്റിയാൽ സർക്കാർ തകരുമെന്നും A ഗ്രൂപ്പിന്റെ അവകാശവാദം. നിരീക്ഷണത്തിന് രാഹുൽ ഗാന്ധിയുടെ രഹസ്യ സംഘം കേരളത്തിൽ. VS-ന് വഴി പുറത്തേക്കു തന്നെ. VS അച്യുതാനന്ദനെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കി. VS-നൊപ്പം ഒഴിവായത് PK ഗുരുദാസിനും വൈക്കം വിശ്വനും. VS-നെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം കേന്ദ്ര കമ്മിറ്റിക്ക്. TP രാമകൃഷ്ണൻ, KJ തോമസ്, MM മണി എന്നിവർ സെക്രട്ടേറിയറ്റിൽ പുതുമുഖങ്ങൾ. CPM-ന് 16 അംഗ സെക്രട്ടേറിയറ്റ്. ഇന്ന് രാവിലെ ചേർന്ന സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാൻ VS തീരുമാനിച്ചത് അവസാന നിമിഷം. സംസ്ഥാന കമ്മിറ്റിയിൽ ഒഴിച്ചിട്ട സീറ്റിൽ തീരുമാനം VS വിഷയം പരിഗണിക്കുന്ന PB കമ്മീഷനു ശേഷം. മുംബൈക്ക് മരണക്കളി. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് പോരാട്ടം വൈകിട്ട് 4-ന് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ. 2ാം മത്സരത്തിൽ ചെന്നൈയുടെ എതിരാളി പഞ്ചാബ്. മത്സരം രാത്രി 8-ന് ചെന്നൈയിൽ. പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനക്കാരായ മുംബൈക്ക് മത്സരം നിർണായകം. 6 കളികളിൽ നിന്ന് മുംബൈയുടെ സമ്പാദ്യം 1 ജയം. 8ാം സീസണിൽ തുടക്കം പിഴച്ച ഹൈദരാബാദ് വിജയവഴിയിൽ. 2ാം മത്സരത്തിൽ മഞ്ഞപ്പടയോടെ ഏറ്റുമുട്ടുന്ന പഞ്ചാബിന് മത്സരം കടുക്കും. ചെന്നൈക്ക് കരുത്തായി ബ്രണ്ടൻ മക്കലോവും സുരേഷ് റെയ്നയും. ബൌളിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആശിഷ് നെഹ്റ. 3ാം ജയം തേടി പഞ്ചാബ് ഇറങ്ങുന്നത് ബാറ്റിംഗ് മികവിൽ. ഡേവിഡ് മില്ലറും ഷോൺ മാർഷും മികച്ച ഫോമിൽ. ടീമിനെ വലയ്ക്കുന്നത് സ്ഥിരതയില്ലാത്ത ബൌളിംഗ് പ്രകടനം. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.